ഒരാങ്ങളയ്ക്ക് അപകടം പറ്റിയ കാരണം കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞാൽ ഏത് കോടതിയാണ് വിശ്വസിക്കുക? അല്ല, നീ പറഞ്ഞു വന്നത്? ഒറ്റ കാര്യമുള്ളൂ, അവള് പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് വേറൊരു കെട്ടിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നേയില്ല. ഏതായാലും നന്നായി. നിന്റെ അമ്മാവനോട് ജഡ്ജിയേമാന്റെ നിയമം അറിയാമോ എന്ന് ഭീഷണിപ്പെടുത്തിയാ പോയത്. നിന്നോട് ഇതൊക്കെ വിളിച്ചു പറയാനും പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മേ, നല്ല രീതിയിൽ അന്ന് നടന്നു തീരേണ്ട കല്യാണം അമ്മയും അമ്മാവനും കൂടി ഈ അവസ്ഥയിൽ എത്തിച്ചല്ലോ. നല്ലോണം സന്തോഷിച്ചതിന് ഞാനല്ലേ ഇപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഫോൺ വെക്കാം. എടാ ഹരി, നീ വെക്കല്ലേ? ഇനിയിപ്പോ അവൻ പറഞ്ഞതുപോലെ ആവോ കാര്യങ്ങള്? ഒക്കെ എന്റെ സംശയാവും. ഹരിയേട്ടനാണല്ലോ. ഹലോ. നീ എന്തിനാ വിമലെ വീട്ടിൽ പോയത്? ആര് പറഞ്ഞിട്ട്? ആരോട് ചോദിച്ചിട്ട്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ നാട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും പോവും. ആരോടും ചോദിക്കയില്ല, പറയേയില്ല. അതെന്റെ ഇഷ്ട. എന്റെ പൊന്നു വിമലെ, നീ ഇത് എന്ത് ഭാവിച്ചിട്ടാ? അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭാര്യയാണെന്ന് ഒരൊറ്റ ഭാവത്തിൽ. നിങ്ങൾ കെട്ടിയ താലി എന്റെ കഴുത്തിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ. ആ ധൈര്യം തന്നെയാ എനിക്ക് എവിടെയും കയറി ചെല്ലാനുള്ള തന്റെ ഇടം തരുന്നത്. കഷ്ടമാണ് വിമലെ നിന്റെ കാര്യം. നീ കുറച്ചെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ എടുത്ത് ചാടുമായിരുന്നോ? എങ്ങനെയെങ്കിലും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി എന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ പാടുപെടുമ്പോ അതിനിടയിൽ ചാടി നീ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്. ഷെടാ, ഇതുകൊള്ളാം. ഇന്നല്ലെങ്കിൽ നാളെ അവരറിയേണ്ടതല്ലേ ഈ ബന്ധം. എത്ര കാലം നമുക്കിതിങ്ങനെ മറച്ചു വെക്കാൻ പറ്റും ഹരിയേട്ടാ? പുറം ലോകം അറിയാതിരിക്കാൻ ഞാൻ നിങ്ങളുടെ ആരാ? പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ കഴുത്തി താലി കെട്ടിയത്? നിനക്കെന്താണ് കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ലൈഫ് എന്ന് പറഞ്ഞ പരസ്പരം മത്സരിക്കാനുള്ളതല്ല കേട്ടോ. ഞാൻ ആരോടൊന്നും മത്സരിക്കുന്നില്ല. എനിക്കിവിടെ ഈ വീട്ടിലിങ്ങനെ ജീവിക്കാൻ പറ്റില്ല. താലി മറച്ചു വെച്ചിട്ടുള്ള ഈ ജീവിതം ഭയങ്കര ബോറാ. എനിക്ക് അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് വിമല ഹരീന്ദ്രനായി ജീവിക്കണം. അതിന് നിങ്ങൾ ഇവിടെ എത്തിയേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. അതെ, ഇക്കാര്യത്തിൽ എന്ത് സംസാരിച്ചാലും നിന്റെ തലയിൽ കയറില്ല. ഞാൻ ഫോൺ വെക്കുക. എന്റെ ഗണപതി ഭഗവാനെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറ. ഞാൻ എന്റേതായ രീതിയിൽ കാര്യങ്ങളൊന്ന് അടുപ്പിച്ചു കൊണ്ടുവരാനാ നോക്കുന്നത്. അങ്ങേർക്കത് മനസ്സിലാവില്ല എന്ന് വെച്ചാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.